സ്വന്തവും ബന്ധവും എവിടെ വരെ? ഒരിക്കലും അത് എത്ര കാലമെന്ന് ആർക്കും പറയാനാവില്ല. നീർക്കുമിള പോലെയാണ് ബന്ധങ്ങൾ. അത് ഏത് സമയവും പൊട്ടിത്തകരാം. നമുക്ക് സത്യത്തെ കണ്ടെത്താൻ പ്രയാസം തന്നെ. എന്തിലും ഏതിലും നാം വിശ്വസിക്കും. പിന്നെയാണ് യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ എല്ലാം വെറുതെയായിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. പല ബന്ധങ്ങളും നിലനിൽക്കുന്നത് തിരിച്ചു കിട്ടും എന്നുള്ള നേട്ടങ്ങളെ ഓർത്തു തന്നെയാണ്. തേനുള്ളതായ പൂക്കൾക്ക് ചുറ്റും വണ്ടുകൾ വട്ടമിട്ടു പറക്കും. അതേപോലെ നമ്മിൽ സമ്പത്തും പ്രശസ്തിയും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ കാണും. ഒന്നുമില്ലായ്മ വന്നു ചേരുമ്പോഴാണ് ഇന്നലെ കണ്ടതെല്ലാം ഒന്നുമല്ലായിരുന്നു എന്ന് നാം തിരിച്ചറിയുന്നത്. ഈ ജന്മത്തിൽ നമുക്ക് വിശ്വസിക്കാൻ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. നാം അമിതമായ വിശ്വാസവും സ്നേഹവും മറ്റൊരാളിൽ ചൊരിയുന്നതാണ് പ്രശ്നം. എല്ലാവരെയും സ്നേഹിക്കണം, വിശ്വസിക്കേണ്ട നിലവാരത്തിൽ മാത്രം വിശ്വസിക്കണം. തിരിച്ച് നേട്ടങ്ങൾ അവരാൽ ഉണ്ടാകുമെന്ന് ഒരിക്കലും മനസ്സിൽ ഉറപ്പിക്കരുത്. നമുക്ക് സ്വന്തം ഈശ്വരൻ എന്നത് എപ്പോഴും ഓർത്തുകൊണ്ട് ജീവിക്കുക. സ്വന്തം മക്കൾ തന്നെ ആയാലും നാളെ അവർ സംരക്ഷിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് നാം അവരെ സ്നേഹിക്കരുത്. മറിച്ച് നമ്മുടെ മക്കളെ നാം സ്നേഹിക്കണം, സ്വയം പര്യാപ്തതയിൽ എത്തിക്കണം. അത് നമ്മുടെ കടമയാണ്. അവരുടെ കടമ അവർ നിർവഹിക്കട്ടെ. എന്തിലും ഏതിലും അമിതമായ വിശ്വാസമോ ആശ്രയത്വമോ കാണരുത്. നാം ആശ്രയിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത് ഈശ്വരനെ മാത്രമാണ്. ഈശ്വരൻ തീരുമാനിക്കും എങ്ങനെ, ഏതു വിധത്തിൽ, ഏതു രൂപത്തിൽ, ആരാലെ നമ്മെ രക്ഷിക്കുകയും സ്നേഹിക്കപ്പെടുകയും എന്നത്. എല്ലാം അറിയുന്ന ഈശ്വരനെ അഭയം തേടി മുന്നോട്ടു പോയാൽ നമുക്ക് മനോവ്രതയില്ലാതെ ജീവിതം നയിക്കാം. നമ്മൾക്കെല്ലാം ഇവിടെ അറിഞ്ഞാടാനുള്ള സമയം തികച്ചും പരിമിതമാണ്. അതുകൊണ്ട് തന്നെ അതിനിടെ മറ്റുള്ളവരെ അനുകരിച്ച് സ്വന്തം സത്വം ഒരിക്കലും ഇല്ലാതെയാക്കി കളയരുത്. നിങ്ങളിവിടെ ജീവിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളായി മാത്രമായിരിക്കണം. നിങ്ങൾക്കിടയിൽ മറ്റുള്ളവർ ജീവിക്കുമ്പോഴും അവരും നിങ്ങളെപ്പോലെ തന്നെ ജീവിക്കണമെന്ന് ഒരിക്കലും വാശി പിടിക്കരുത്. കാരണം ഇവിടെ ഒരാൾക്കും മറ്റൊരാളാകാനോ മറ്റൊരാളെപ്പോലെ പൊയ്മുഖമണിഞ്ഞ് ജീവിക്കാനോ ഒന്നും ഒരിക്കലും സാധിക്കുകയില്ല. നമ്മൾക്കായി ഈശ്വരൻ വച്ച് നീട്ടിയ വേഷങ്ങളെല്ലാം പിന്നീട് വരുന്ന മറ്റൊരാൾക്കും പാകമാകാത്ത വിധത്തിൽ അറിഞ്ഞു തന്നെ ജീവിച്ചു തീർക്കണം. ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നാലും ഇറക്കി വിട്ടാലും കൂടെ കൂടിയവർ തന്നെ പറയണം, പുതിയതായി പകരക്കാരനായി വന്നവർക്ക് ആർക്കും നിന്നോളം പകരക്കാരനാകാൻ ഒരിക്കലും സാധിക്കില്ല എന്ന്. ലോകം എപ്പോഴും കാര്യങ്ങളെ നോക്കിക്കാണുന്നത് അവരുടെ കാഴ്ചപ്പാടുകളിലൂടെ മാത്രമാണ്. ശുദ്ധ മനസ്സോടെ ചെയ്യുന്ന കാര്യങ്ങൾ പോലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ വിഷമം തോന്നുക സ്വാഭാവികമാണ്. നന്മയെന്ന വിത്ത് പാകുകയെന്നത് മാത്രമാണ് നമ്മുടെ കടമ. അത് തണലാകണോ മുള്ളാകണോ എന്ന് തീരുമാനിക്കുന്നത് സ്വീകരിക്കുന്നവരുടെ മനസ്സാണ്. നമ്മൾ പകർന്നു നൽകിയ വെളിച്ചത്തിൽ മറ്റുള്ളവർ തിരഞ്ഞത് ഇരുട്ടാണെങ്കിൽ അത് നമ്മുടെ വെളിച്ചത്തിൻ്റെ കുഴപ്പമല്ല. അതിൽ വിഷമിച്ച് സമയം പാഴാക്കുകയും അരുത്. ലോകം നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിനേക്കാൾ പ്രധാനം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലെ സത്യസന്ധതയാണ്. സത്യസന്ധത എവിടെയും നിലനിർത്താൻ സാധിക്കട്ടെ. അടുത്ത ജന്മത്തിൽ നന്മകൾ ചെയ്യാനിരിക്കുന്നവരുടെ ഈ ജന്മം തികച്ചും പാഴാവുക തന്നെ ചെയ്യും. നിലവിൽ കൈവന്ന ഈ ജന്മത്തിൽ തന്നെ സുഹൃതങ്ങൾ ചെയ്ത് സന്തോഷമായി ജീവിക്കുന്നത് തന്നെയാണ് പ്രധാനം. തെറ്റുകൾ ഒന്നും ചെയ്യാതെ ആർക്കും ഒരിക്കലും ഒരിടത്തും ജീവിക്കാൻ ആവില്ല. പക്ഷേ ചെയ്തുപോയ തെറ്റുകളിൽ പശ്ചാത്തപിച്ച് പറ്റിപ്പോയ തെറ്റുകൾ തിരുത്തി തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാതെ ശ്രദ്ധിച്ച് ജീവിക്കുന്നതാണ് ഉത്തമം. പിഴവുകൾ സ്വാഭാവികമാണ്. പക്ഷേ നന്മകൾ ചില ഉറച്ച തീരുമാനങ്ങളുടെ പരിണിത ഫലമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൊരാളുടെയും ജീവിതത്തിൽ നന്മയേക്കാൾ അയാൾ ചെയ്തുപോയ തെറ്റുകളുടെ എണ്ണം തന്നെയായിരിക്കും
കൂടുതൽ. എത്രയൊക്കെ തെറ്റുകൾ സംഭവിച്ചാലും അവയ്ക്കെല്ലാം ഇടയിലും സ്വന്തം മനസ്സിൻ്റെ നന്മ വെളിവാക്കുന്ന ഒരു പ്രവൃത്തിയെങ്കിലും ഉണ്ടായിരിക്കണം. ഈ ലോകത്ത് എല്ലാവരെയും പ്രീതിപ്പെടുത്തി കണ്ടുമുട്ടുന്നവർക്കെല്ലാം നന്മ ചെയ്തും ആർക്കും ഒരിക്കലും ഒരിടത്തും ജീവിച്ചു തീർക്കാനാവില്ല. എങ്കിലും വിശ്വസിക്കുന്ന ഒരാളുടെയെങ്കിലും തണലായി മാറാൻ കഴിയാത്ത ഒരാളും ഇവിടെ ഈ ഭൂമിയിൽ ഇല്ല. ഒരിക്കലും ആർക്കും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യൻ ഒരു സമൂഹ ജീവി തന്നെയാണ്.